ഗൈസ് ഗെറ്റ് റെഡി വിത്ത് മീ. അതൊന്നും വേണ്ട, നമുക്ക് മഞ്ഞ പൂക്കൾ ഷർട്ടൊക്കെ ഇട്ട് എങ്ങോട്ടാ പോണെന്ന് പറയാം. വാ. ഇന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ്. സാധാരണ സിംഗപ്പൂർ നമുക്ക് ക്ലൈമറ്റ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴാണ് മഴ വരുന്നത് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നല്ല വെയിലാണ്, അതുകൊണ്ട് നമ്മൾ കരിയാൻ ചാൻസ് ഉണ്ട്. നല്ല വെയിലാണ്, കണ്ടല്ല. ഒരു തൊപ്പി എപ്പോഴും കേൾക്കണം. നല്ല നീറ്റായിട്ടാണ് ഇവന്മാർ റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണത്. നിങ്ങൾക്ക് എവിടെ പോയാലും ഇതുപോലെ വെൻഡിങ് മെഷീൻ കാണാം. ദാഹിച്ച് കുരഞ്ഞാലും പ്രശ്നമില്ല. നമുക്ക് $1 $2 മുടക്കി അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സ് കുടിക്കാട്ടാ. ഞാൻ ഇന്ന് 2 മെട്രോ ഒക്കെ കയറിയിട്ടാണ് പോണേ. അപ്പം ഞാൻ എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞില്ല. ഞാൻ ഇന്ന് പോണത് ലിറ്റിൽ ഇന്ത്യയിലാണ്. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞ കേട്ടാ, നമ്മുടെ സിംഗപ്പൂർ ലിറ്റിൽ ഇന്ത്യ ഉണ്ട്. അതായത് ഇന്ത്യ പോലെ തന്നെ ചെറിയൊരു സെറ്റപ്പ്, അതാണ് ലിറ്റിൽ ഇന്ത്യ. ചില മെട്രോ സ്റ്റേഷനൊക്കെ ഭൂമിയുടെ അടിയിലാണ് കേട്ടാ. കുറേ നടന്നാലാണ് അടുത്ത മെട്രോ സ്റ്റേഷനിലോട്ട് എത്തുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, നമ്മുടെ നാട്ടിൽ ആകെ ഒരു മെട്രോയിലേ ഉള്ളൂ. പുച്ചിക്കണല്ലേട്ടാ ഗൈസ്. ഞാൻ അങ്ങനെ ലിറ്റിൽ ഇന്ത്യ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ പോയി ഒരു ഫീലിംഗ് ആണ്. മലബാർ, ജോയ ലുക്കാസ്, അങ്ങനെ എല്ലാം. ഇത് മുസ്തഫ എന്ന് പറഞ്ഞ സ്ഥലമാണ്. മുസ്തഫ അറിയാത്ത ഇന്ത്യക്കാരും ഉണ്ടാവില്ല ഇവിടെ. ഫൈനലി ഞാൻ അവിടെ എത്തി ഗൈസ്. ഞാൻ എന്തിനാണോ വന്നത് അതാണ് നിങ്ങളെ ഇനി കാണിക്കാൻ പോണത്. ഞാൻ ബിരിയാണി തിന്നാൻ വന്നതാണ് ഗൈസ്. നമുക്ക് എപ്പോഴും നമ്മുടെ നാട്ടിലെ ബിരിയാണി ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ 1 മണിക്കൂർ ഞാൻ മെട്രോയിൽ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ലിറ്റിൽ ഇന്ത്യയിലുള്ള മലയാളി ഹോട്ടലിലാണ് വന്നേക്കണം. അതും തലശ്ശേരി ദം ബിരിയാണി കഴിക്കാനും പിന്നെ നമ്മുടെ ബീഫ് കഴിക്കാനും. ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം. പിന്നെ ഈ ബീഫ് കഴിച്ചാൽ പല്ലി കയറുമല്ലേ, എന്നാലും കുഴപ്പമില്ല. ബീഫ് നമുക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.